ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇതെന്താണെന്നറിയാമോ? ഇത് ഉണക്ക ചെമ്മീനും ക്യാരറ്റും ചേർത്തിട്ടുള്ള ഒരു തോരനാണ്. നല്ല ടേസ്റ്റിയാണ്. ഇത് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഉണക്ക ചെമ്മീൻ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ച് അതിൻ്റെ കൂട്ടത്തിൽ 2 ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ഇനി ഈ കഴുകി വാരി വെച്ച ചെമ്മീനെല്ലാം അടുപ്പത്തൊരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലോട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം. കുറച്ച് നേരം ഇളക്കി കഴിയുമ്പോൾ ഇതിൻ്റെ നനവെല്ലാം മാറി ഒന്ന് ഡ്രൈ ആയി അത് മൂത്ത് വരും. അപ്പോൾ ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി തണുപ്പിച്ചതിന് ശേഷം ഒരു ജാറിലിട്ട് നമുക്കിത് ചതച്ചെടുക്കണം. ഇത് തേങ്ങയൊക്കെ അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലും ഇട്ട് ചതച്ചെടുക്കാം. ഞാനിവിടെ അരയ്ക്കാനായിട്ട് കുറച്ച് തേങ്ങ, ഒരു 3-4 വെളുത്തുള്ളിയും 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ചതച്ച് വെച്ച തേങ്ങയിലോട്ട് കുറച്ച് കറിവേപ്പിലയും ഒരല്പം മഞ്ഞൾ പൊടിയും പിന്നെ ഈ ചതച്ച് വെച്ച ചെമ്മീനും കൂടെ ചേർത്തിട്ട് അത് മിക്സ് ചെയ്യണം. ഇവിടെ ഞാൻ ക്യാരറ്റ് എല്ലാം ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കൂട്ടത്തിലൊരു സവാളയും ഉണങ്ങിയ മാങ്ങയും എടുത്തിട്ടുണ്ട്. ഉണ്ടാക്കാനായിട്ട് അടുപ്പത്തൊരു ചട്ടി വെച്ച് എണ്ണ ചൂടാകുമ്പം അതിലോട്ട് കടുകിടണം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലോട്ട് കറിവേപ്പില ഇട്ടതിന് ശേഷം അരിഞ്ഞു വെച്ച സവാള ചേർത്ത് ഇളക്കാം. സവാളയൊന്ന് വാടിയതിന് ശേഷം അതിലോട്ട് നമുക്ക് ക്യാരറ്റ് ചേർക്കാം. ക്യാരറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം അല്പനേരം കഴിഞ്ഞതിന് ശേഷം ഇതിലോട്ട് നമുക്ക് തേങ്ങയും ചെമ്മീനും കൂടെ ചേർത്തിട്ടുള്ള മിക്സ് ഇടാം. വീണ്ടും ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. ഇതിലോട്ട് നമുക്കിപ്പം ഉണങ്ങിയ മാങ്ങ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് ഇളകിയതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. വെള്ളം ഞാൻ ഈ ജാറെല്ലാം കഴുകിയെടുത്ത വെള്ളമാണ്. ഇത് കണ്ടില്ലേ, ഇത്രയും വെള്ളം വേണം. അതിലോട്ട് കുറച്ച് കറിവേപ്പിലൂടെ ചേർത്തിട്ട് അടച്ച് വെച്ച് കുറച്ച് നേരം വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കണം. ഇളക്കി നോക്കുന്നുണ്ടെങ്കിൽ വെള്ളം ഉണ്ടെങ്കിൽ അതൊന്നും പറ്റാനായിട്ട്, ഇപ്പോൾ ഇവിടെ വെള്ളമുണ്ട്, അത് പറ്റാനായിട്ട് ഒന്നുകൂടെ അടച്ച് വെച്ച് കുറച്ച് നേരം കൂടെ വേവിച്ചു. ഇപ്പം വെള്ളമെല്ലാം പറ്റി റെഡിയാണ്. എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. എല്ലാവരും ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ ബൈ.